മതി, അത് മതി. കാരണം അതിന്റെ DPR ഉണ്ടാക്കണം. DPR ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 10 കോടി രൂപ വെച്ചിരിക്കുന്നത്. DPR ഉണ്ടാക്കി വലിയൊരു ഇൻഷുറൻസ് സ്കീമാണത്, വലിയൊരു സ്കീം. ആ സ്കീം DPR രൂപപ്പെടുത്തി വരുമ്പോഴാണ് സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് മനസ്സിലാകുന്നത്, സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇനി ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ കോൺട്രിബ്യൂഷൻ വേണോ. അപ്പോൾ പാവപ്പെട്ടവൻ്റെ ഒന്നും കോൺട്രിബ്യൂഷൻ മേടിക്കണ്ട. പക്ഷേ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ ആ ഇൻഷുറൻസിന്റെ പരിധിയിൽ വന്നാൽ അയാൾക്ക് വേണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അപ്പോൾ കാറ്റഗറി നിശ്ചയിക്കും ഇൻഷുറൻസ് സ്കീമിൽ, പാവപ്പെട്ടവരെ സഹായിക്കാനാണ്. അപ്പോൾ അതിനുവേണ്ടി കാറ്റഗറി നിശ്ചയിക്കുമ്പോൾ അതിനൊരു DPR വേണം, ഇൻഷുറൻസ് കമ്പനികളുമായി സംസാരിക്കണം. അത് തയ്യാറാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ആ ഇൻഷുറൻസ് സ്കീമിന് പ്രാരംഭ ചെലവുകൾക്കാണ് 10 കോടി രൂപ കൊടുക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടില്ലേ? അതായത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിച്ച് ഒരു പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുന്ന കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞത്. അപ്പോൾ ആ ബജറ്റിൽ ഒരുപാട് ആളുകൾ സംശയങ്ങളും മറ്റുമായിട്ട് നമ്മുടെ സെൻറ്ററിൽ വരികയുണ്ടായി. ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ ഇന്ന് ST ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 2 ടൈപ്പ് ഇൻഷുറൻസ് ആണ് ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലുള്ളത്. ഒന്ന് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, 5 ലക്ഷം രൂപ ലഭിക്കുന്ന സ്കീം. അതായത് പ്രധാനമന്ത്രി ആയുഷ്മാൻ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് ഈ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പം അത് ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ഒരു എമർജൻസി ചികിത്സയോ മറ്റോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന മറ്റൊരു സ്കീമാണ് കാരുണ്യ ബെനിവിലൻറ്റ് ഫണ്ട്. അതിൽ 2 ലക്ഷം രൂപ, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ST ചാനലിൽ ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം രൂപ അതിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ കിഡ്നി മാറ്റവയ്ക്കൽ തുടങ്ങിയ ശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടുന്നതാണ് ഈ കാരുണ്യ ബെനിവിലൻറ്റ് ഫണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്കറിയാം ഈ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് സ്റ്റാർട്ടായി, എല്ലാവരും എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് നിലവിൽ കാരുണ്യ ഇൻഷുറൻസ് ഉള്ള ആളുകളാണെങ്കിൽ യാതൊരു കാരണവശാലും അത് രണ്ടാമത് പോയി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യമുള്ള ഇൻഷുറൻസ് കട്ടായി പോകും. അതിനൊരു സർക്കുലർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് ആയുഷ്മാൻ്റെ എടുത്തു കൊടുക്കുന്നത് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവർ നേരിട്ട് സെൻറ്ററിൽ ആധാർ കാർഡും മറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ആയുഷ്മാൻ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് നമ്മൾ എടുത്തു കൊടുക്കുന്നു. പക്ഷേ ആ ആയുഷ്മാൻ ഭാരതിൽ ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരും കൂടെ അതിൽ പങ്കാളിയായി കഴിയുമ്പോഴേ അത് കാർഡ് ആക്റ്റീവ് ആകും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു സ്കീമിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നേരിട്ട് 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും, ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ DPR ഉണ്ടാക്കിയതിന് ശേഷം ഇതിൽ നമ്മുടെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു സ്കീമാണ്. അപ്പോൾ പാവപ്പെട്ട ജനങ്ങളെ പ്രത്യേകം അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ഇൻഷുറൻസ് വിഹിതം സർക്കാർ പൂർണ്ണമായിട്ട് അടയ്ക്കുകയും ഇപ്പോൾ അതിന് മുകളിൽ ഇപ്പോൾ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ വരുമാനമുള്ള ആളുകളുടെ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള പ്രീമിയം നമ്മൾ അടച്ചുകൊണ്ട് ബാക്കി സർക്കാരും അടച്ച് ചെയ്യുന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതിക്കാണ് നമ്മുടെ VD സതീശൻ സർക്കാർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്കീമിൽ ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി. ഇത് വളരെ പ്രയോജനമുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു ആശുപത്രി ചെലവും മറ്റും വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബജറ്റുകളും തെറ്റിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ സർക്കാർ കൊണ്ടുവരുമ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ചിലരുടെ സംശയമുണ്ട്, ഈ 10 കോടി രൂപ മതിയോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ള ഇൻഷുറൻസുമായിട്ടും ഈ DPR വർക്കും മറ്റുള്ള കാര്യങ്ങളും ഇതിൻ്റെ പ്രാരംഭ ഘട്ടത്തിന് വേണ്ടിയിട്ടാണ് ബജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പഠനവും DPRും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഗവൺമെൻറ് ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് ഈ ഇൻഷുറൻസ് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് ഈ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ഈ പറഞ്ഞതുപോലെ 70 വയസ്സുള്ള ആളുകൾക്കും അതിനെക്കുറിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ കോമൺ സർവീസ് സെൻറ്റർ വഴി നമ്മൾ അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ള ഇൻഷുറൻസ്, ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഇൻഷുറൻസ് ഒരുപാടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം SBIയുടെ ഇൻഷുറൻസിനെ കുറിച്ച് ഇട്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അതിനകത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ സജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ SG ചാനലിൽ ഞങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ.